കാസർഗോഡ് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവത്തിൽ ഒരു രാഷ്ട്രീയ കളി നടക്കുന്നു എന്നൊരു ആരോപണം ഉയർന്നിരിക്കുകയാണ്. ജില്ലാ പ്രവേശനോത്സവത്തിനായി നിശ്ചയിച്ച സ്കൂൾ മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. സ്കൂൾ മാറ്റുവാനുള്ള നിർദ്ദേശം രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമെന്ന് ജില്ലാ പഞ്ചായത്ത്. ആദ്യം പ്രതികരണം നോക്കാം, അതിനുശേഷം വിശദാംശങ്ങളുമായി സിജു കണ്ണൻ കൂടി ചേരും. 25-ാം തീയതി കലക്ടറുടെ സാന്നിധ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ വിദ്യാഭ്യാസ അധികാരികളുടെ യോഗം ചേരുകയും ഐകകണ്ഠേന GHS ചായോത്ത് വെച്ച് ജില്ലാതല പ്രവേശനോത്സവം നടത്തുന്നതിന് തീരുമാനിക്കുകയുമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ 27-ാം തീയതി DG ഏകപക്ഷീയമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ജില്ലയിലെ തന്നെ കൈക്കോട്ട് കടവ് സ്കൂളിൽ ജില്ലാ പ്രവേശനോത്സവം നടത്തുന്നതിന് താല്പര്യമുണ്ടെന്നും അതിനനുസരിച്ച് അവിടെ പ്രവേശനോത്സവം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ഒരു ഉത്തരവ് DDക്ക് നൽകുകയാണ് ഉണ്ടായത്. അതിന് പ്രകാരം DD നിലവിൽ ഐകകണ്ഠേന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗ തീരുമാനം റദ്ദാക്കുകയും കൈക്കോട്ട് കടവിൽ വെച്ച് ജില്ലാ പ്രവേശനോത്സവം നടത്തുന്നതിന് പുതിയ ഉത്തരവിറക്കുകയും ചെയ്യുകയാണ്. സിജു കണ്ണൻ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. സിജു, കൃത്യമായി എല്ലാ കാര്യങ്ങളും ആലോചിച്ചെടുത്തൊരു തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ മാറ്റുന്നതിന്റെ പിന്നിലുണ്ടായ കാരണങ്ങളെക്കുറിച്ച് സ്വാഭാവികമായും സംശയമുയരാം. എന്ത് രാഷ്ട്രീയ കാരണത്തിന്റെ പേരിലാണ് ഇങ്ങനൊരു രാഷ്ട്രീയ കളി നടന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സിദ്ധൂരി, വളരെ ജനകീയമായി എല്ലാവരെയും ഉൾപ്പെടുത്തി നടത്തേണ്ടതാണ് സ്കൂൾ പ്രവേശനോത്സവങ്ങൾ. വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അതെല്ലാം കണ്ടതാണ്. കുട്ടികൾ, അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ, രക്ഷിതാക്കൾ എല്ലാവരെയും പങ്കെടുപ്പിച്ച് നടത്തുന്നതാണ്. ഇത്തവണ ഇതിന്റെ ഭാഗമായി തന്നെ പ്രവേശനോത്സവം കാസർഗോഡ് ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. ജൂൺ 1 നടക്കുന്ന പ്രവേശനോത്സവത്തിനായാണ് ഈ സ്കൂളിനെ തെരഞ്ഞെടുത്തത്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കലക്ടർ, DDE, ഡയറ്റ് പ്രതിനിധികൾ തുടങ്ങിയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പങ്കെടുത്ത യോഗത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. സ്കൂളിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന് കാരണങ്ങളുണ്ടായിരുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതിച്ച 100% വിജയം കൈവരിച്ച വിദ്യാലയം, കൈറ്റ് വിക്ടേഴ്സ് ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ പ്രത്യേക ജൂറി പരാമർശം, SPC, NSS, NCC തുടങ്ങിയ വിവിധ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന സ്കൂൾ, ഇങ്ങനെ മികവുള്ള ഒരു സ്കൂളിനെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ ഇത് സംബന്ധിച്ച് DDE അപ്പോൾ തന്നെ ഉത്തരവിറക്കിയിരുന്നു. ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കൈക്കോട്ട് കടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രവേശനോത്സവം നടത്തുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്ന് കാണിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DDEക്ക് സർക്കുലർ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇതോടെ കാസർഗോഡ് DDE ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കൈക്കോട്ട് കടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രവേശനോത്സവം മാറ്റി ഉത്തരവിറക്കുകയായിരുന്നു. വലിയ രാഷ്ട്രീയ ഇടപെടലാണ് ഉണ്ടായത്. കാസർഗോഡ് ജില്ലയിലെ UDF നേതാക്കൾ, അതോടൊപ്പം തന്നെ MLA എല്ലാം തന്നെ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയെന്ന വിമർശനമാണ് ഉയരുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി പ്രവേശനോത്സവം മാറ്റാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാണ് KSTA ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആദ്യം നിശ്ചയിച്ച ചായോത്ത് സ്കൂളിൽ തന്നെ പ്രവേശനോത്സവം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നടത്തിയില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ മികച്ച രീതിയിൽ പ്രവേശനോത്സവം നടത്താനാണ് ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. സിന്ധൂരി. ശരി, സിജു കണ്ണനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്.